ഹലോ ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളിൽ ചിലർക്ക് ആവശ്യപ്പെട്ടതുപോലെ SCRTയിലെ ഒരു ചാപ്റ്ററുമായിട്ടാണ് വന്നിട്ടുള്ളത്. ന്യൂ SCRTയിലെ 9th സ്റ്റാൻഡേർഡിലെ ബയോളജി ടെക്സ്റ്റാണ് നമ്മൾ ഇന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് നോക്കൂ, ഇവിടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ദഹനവും പോഷക സംവഹനവും എന്ന ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൻ്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ടെലിഗ്രാം ചാനലിൽ ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ജോയിൻ ചെയ്യുക. അതിനായിട്ടുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ദഹനവും പോഷക സംവഹനവും ഇത് ചാപ്റ്റർ നോക്കാം. രക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് തുടർച്ചയായി ഒഴുകുന്നതിന് രക്തക്കുഴലുകൾ മാത്രം മതിയാകുമോ? രക്തത്തെ അനസ്യൂതം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണമെങ്കിൽ ഒരു പമ്പിൻ്റെ ആവശ്യമുണ്ട്. ഹൃദയമാണ് ആ ധർമ്മം നിർവഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ ഘടന ഇതിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് നമുക്ക് പരിശോധിക്കാം. രക്തത്തെ അനുസ്യൂതം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണമെങ്കിൽ ഒരു പമ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ രക്തം പമ്പ് ചെയ്യുന്നത് ഹൃദയമാണ്. ഓക്കെ, ഹൃദയമാണ് ആ ഒരു ധർമ്മം നിർവഹിക്കുന്നത്. നമുക്ക് ഹൃദയത്തെക്കുറിച്ച് വിശദമായി തന്നെ നോക്കാം. ഹൃദയം, ഹാർട്ട്, ഔരസാശയത്തിന് അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയും ചോദിക്കാം. ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവം ഏതാണ്? ഹൃദയമാണ്. ഔരസാശയത്തിൽ അല്പം ഇടത്തോട്ട് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശി നിർമ്മിതമായ ഒരു അവയവമാണ് ഹൃദയം. ചിത്രീകരണം 2.11 സൂചകങ്ങൾക്കനുസരിച്ച് വിശകലനം ചെയ്ത് ഹൃദയത്തിൻ്റെ സ്ഥാനം, സംരക്ഷണം എന്നിവയെപ്പറ്റി ധാരണ കൈവരിക്കൂ. നമുക്ക് നോക്കാം. 2.11 ഹൃദയത്തിൻ്റെ സ്ഥാനവും സംരക്ഷണവും. നോക്കൂ, ഇത് നട്ടെല്ല്, വാരിയല് അല്ലെങ്കിൽ റിബ്സ്, ഇത് സ്റ്റേണം എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പോൾ നോക്കൂ എത്ര സുരക്ഷിതമായിട്ടാണ് ഹൃദയം ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ ഹൃദയം നോക്കാം. പെരികാർഡിയം, ഇത് കണ്ടോ ഒരു കവർ പോലെ കാണപ്പെടുന്നത് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്താണ്? അത് പെരികാർഡിയമാണ്. പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിലെ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പെരികാർഡിയം? പെരികാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഇരട്ട സ്ഥലമാണ്. ഈ സ്ഥലങ്ങൾക്കിടയിൽ ഇരട്ട സ്ഥലമാണെന്ന് പറഞ്ഞു. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവമുണ്ട്. പെരികാർഡിയൽ ദ്രവം. ഈ പെരികാർഡിയൽ ദ്രവം ഹൃദയത്തെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ഹൃദയസ്പന്ദനം മൂലം സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, അത് നമ്മൾ കണ്ടു. ഓക്കെ, ബാക്കി നമുക്ക് നോക്കാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം ബോധ്യപ്പെടുന്നതിനായി അതിൻ്റെ ഘടനയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ചിത്രീകരണം 2.12 വിശകലനം ചെയ്ത് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് നിഗമനങ്ങൾ രൂപീകരിക്കൂ. നമുക്ക് നോക്കാം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ഘടന. അപ്പോൾ നോക്കൂ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഘടനയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം നമുക്ക് ഓരോ പാർട്ടായിട്ട്. ഇത് നോക്കിക്കേ, ഊർധ്വ മഹാസിര അല്ലെങ്കിൽ സുപ്പീരിയർ വീന കാവയാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? മൊത്തം 4 അറകളാണ് അല്ലേ? 4 അറകളാണ് നമ്മുടെ ഹൃദയത്തിനുള്ളത്. 2 എട്രിയങ്ങളും 2 വെൻട്രിക്കിളുകളുമാണ്. ഇപ്പം നോക്കിക്കേ, ഇതൊന്ന് മേലെ കാണുന്ന വലത് എട്രിയമാണ് ഈ കാണുന്നത്. എ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് വലത് എട്രിയമാണ്. ഇതിവിടെ ബി കാണുന്നുണ്ടോ? അതാണ് ഇടത് എട്രിയം. ഇടത് എട്രിയം. അതിനുശേഷം തൊട്ട് താഴെയായിട്ടുള്ളതാണ് 2 അറകൾ. തൊട്ട് താഴെ 2 അറകളാണുള്ളത്. ഇത് ഈ സി എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് വലത് വെൻട്രിക്കിളാണ്. വലത് വെൻട്രിക്കിൾ. ഇതിന് ശേഷം ഇതാ ഇവിടെ ഡി നോക്കൂ, ഇടത് വെൻട്രിക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 4 അറകളും കണ്ടു കഴിഞ്ഞു. ഇനി ഇതിവിടെ ശ്രദ്ധിച്ച് എയും സിയും തമ്മിൽ വേർതിരിക്കുന്നത്, അതായത് വലത് എട്രിയവും വലത് വെൻട്രിക്കിളിനെയും തമ്മിൽ ഭേദിക്കുന്ന വാൽവിൻ്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവ് നോക്കിക്കേ, കാണുന്നുണ്ടല്ലോ അല്ലേ? ട്രൈകസ്പിഡ് വാൽവ്.
വലത് എട്രിയത്തിനും വലത് വെൻട്രിക്കലിനും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. അതുപോലെ നോക്കൂ, ഇടത് എട്രിയത്തിനും ഇടത് വെൻട്രിക്കലിനും ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഇവിടെ 2 ഭാഗമാണുള്ളത്, ഇവിടെ 3 ഭാഗമുണ്ട്. അങ്ങനെയാണ് കേട്ടോ പേര് വ്യത്യാസം വരുന്നത്. അപ്പോൾ ബൈകസ്പിഡ് വാൽവ് ഏതൊക്കെ അറകളുടെ ഇടയിലാണ്? ഇടത് എട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് ബൈകസ്പിഡ് വാൽവ് ഉള്ളത്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി ഊർധ്വ മഹാസിരയുടെ ഏറ്റവും താഴെ ഭാഗത്തുള്ളതാണ് അധോ മഹാസിര അല്ലെങ്കിൽ ഇൻഫീരിയർ വീനക്കാവ. ഓക്കെ, ഇൻഫീരിയർ വീനക്കാവ. ഇനി നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിയ രക്തത്തെ ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് പോകുന്ന ധമനിയുടെ പേരാണ് പൾമണറി ആർട്ടറി അല്ലെങ്കിൽ ശ്വാസകോശ ധമനി. അതിനുശേഷം ശുദ്ധീകരിച്ചിട്ടുള്ള രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന സിരയാണ് ശ്വാസകോശ സിര അല്ലെങ്കിൽ പൾമണറി വെയിൻ എന്നുള്ളത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കണ്ടോ, ശ്വാസകോശ സിര. ഓക്കെ, അപ്പോൾ അതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം ഇനി സെമി ലൂണാർ വാൽവാണ്. ഇതാ കണ്ടോ, ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനിയിലേക്ക് പോകുന്ന രക്തം തിരിച്ചു വരാതിരിക്കാനായിട്ടുള്ള വാൽവാണ് സെമി ലൂണാർ വാൽവ് എന്ന് പറയുന്നത് കേട്ടോ, സെമി ലൂണാർ വാൽവ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും കൂടി പറയാം. ഊർധ്വ മഹാസിര വഴി ശരീരത്തിലെ രക്തം ഹൃദയത്തിലേക്ക് എത്തുന്നു. ഹൃദയത്തിലെ ഇവിടെ വലത് എട്രിയത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം വലത് എട്രിയത്തിൽ നിന്ന് ഈ ഒരു വലത് വെൻട്രിക്കിളിലേക്ക് രക്തം നീങ്ങുന്നുണ്ട്. അത് തിരിച്ചു പോവാതിരിക്കാനുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, അതിനുശേഷം വലത് വെൻട്രിക്കിളിൽ എത്തിയിട്ടുള്ള രക്തം ശുദ്ധീകരിക്കുന്നതിനായിട്ട് ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ശ്വാസകോശത്തിലേക്ക് പോകുന്നതിനുള്ള ധമനിയാണ് ശ്വാസകോശ ധമനി അല്ലെങ്കിൽ പൾമണറി ആർട്ടറി. ഈ ഒരു രക്തം തിരിച്ചു വരാതിരിക്കാനായിട്ടുള്ള വാൽവാണ് സെമി ലൂണാർ വാൽവ്. ഓക്കെ, അതിനുശേഷം ശ്വാസകോശത്തിലെത്തി. ശ്വാസകോശത്തിൽ നിന്ന് ശുദ്ധീകരിച്ചിട്ടുള്ള രക്തം തിരിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ശ്വാസകോശ സിര വഴിയാണ്, പൾമണറി വെയിൻ വഴിയാണ്. ഓക്കെ, ഇത് അകത്തേക്ക് കയറി. ഇവിടെ നമ്മുടെ ഇടത് എട്രിയത്തിലേക്കാണ് വരുന്നത്. ഇടത് എട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് കടക്കുന്നു. ഏത് വഴി? ഇടത് എട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്ക് വരുന്നു. അത് തിരിച്ചു കയറാതിരിക്കാനുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ, അവിടെ നിന്ന് മഹാധമനി വഴി ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വെച്ച് 2 തവണ രക്തം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുന്നുണ്ട്. ഇതിലെയും വരുന്നുണ്ട്, ദെൻ ശ്വാസകോശത്തിൽ നിന്ന് അകത്തേക്ക് വരുന്നത്. അപ്പോൾ 2 തവണ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് 2 തവണ രക്തം ഹൃദയത്തിലേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹൃദയത്തിൻ്റെ ഘടന നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിവിടെ നോക്കൂ, ഹൃദയത്തെ ചെറുതായിട്ടൊന്ന് ഡയഗ്രാമാറ്റിക്കായി കൊടുത്തിട്ടുണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയതിന് ശേഷമുള്ളതും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയതുമായിട്ടുള്ള രക്തം ഹൃദയത്തിലേക്ക് ഇതിലേക്ക് കയറുന്നു. അതിനുശേഷം ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം പോഷകങ്ങളുടെയും ഓക്സിജൻ്റെയും അളവ് കൂടിയിട്ടുള്ള ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം ഹൃദയത്തിനകത്തേക്ക് വരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ബാക്കി നോക്കാം. എട്രിയങ്ങളുടെ സങ്കോചം അല്ലെങ്കിൽ എട്രിയൽ സിസ്റ്റോൾ. എട്രിയങ്ങളുടെ സങ്കോചമാണ് നമ്മൾ ആദ്യം പറയുന്നത്. വലത്തെ എട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറ ഏതാണ്? വലത്തെ എട്രിയം നമ്മളിവിടെ പറഞ്ഞു. ഏതാണ് വലത് എട്രിയം? എ എന്ന് കൊടുത്തിട്ടുള്ള ഇതാണ് വലത്തെ എട്രിയം. വലത്തെ എട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറ ഏതാണ്? അത് വലത് വെൻട്രിക്കിൾ ആണ്, വലത് വെൻട്രിക്കിൾ. ഇനി ഇടത്തെ എട്രിയത്തിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന അറയോ? അത് ഇടത് വെൻട്രിക്കിൾ ആണ്, ഇടത് വെൻട്രിക്കിൾ. ഓക്കെ, ഇനി വെൻട്രിക്കിളുകളുടെ സങ്കോചം അല്ലെങ്കിൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴൽ ഏതാണ്? വലത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴൽ ഏതാത്? നമ്മളിതാ ഇവിടെ പറഞ്ഞു, ശ്വാസകോശ ധമനിയാണ്, ശ്വാസകോശ ധമനി. ഓക്കെ ആണല്ലോ. ഇനി ഇടത് വെൻട്രിക്കിളിൽ നിന്ന്
ഇനി ഇടത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പ്രവേശിക്കുന്ന രക്തക്കുഴൽ. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ഇത് നോക്കൂ, ഇവിടെ കൊടുത്തതുപോലെ ഇടത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം പ്രവേശിക്കുന്നത് ഏതിലേക്കാണ്? മഹാധമനിയിലേക്കാണ്. മഹാധമനി. ഓക്കെ, അപ്പോൾ ആ രക്തക്കുഴൽ ഏതാണ്? മഹാധമനിയാണ്. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുമോ? എന്തുകൊണ്ട്? തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുമോ? ഇല്ല. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ഇവിടെ ട്രൈകസ്പിഡ് വാൽവും അതുപോലെ തന്നെ ബൈകസ്പിഡ് വാൽവും ഉള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് നോക്കാം. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ വലത് ഏട്രിയത്തിൽ നിന്നും രക്തം ശ്വാസകോശ ധമനി വഴി പൾമണറി ആർട്ടറി വഴി ശ്വാസകോശങ്ങളിലേക്കും ഇടത് വെൻട്രിക്കിളുകളിൽ നിന്നും രക്തം മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടുന്നു. ക്ലിയർ ആണല്ലോ. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുമ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്നും രക്തം ശ്വാസകോശ ധമനി വഴി ശ്വാസകോശങ്ങളിലേക്കും ഇടത് വെൻട്രിക്കിളുകളിൽ നിന്നും രക്തം മഹാധമനി വഴി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യപ്പെടുന്നു. നമ്മൾ പറഞ്ഞതാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്തതിലേക്ക് ഇപ്പം രക്തം ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്തിനായിരിക്കാം? അതാണിതാ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിവിടെ രക്തം ശ്വാസകോശത്തിലേക്ക് പോകുന്നത് ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം എന്തിനാണ്? പോഷകങ്ങളുടെയും ഓക്സിജന്റെയും അളവ് കൂടിയ രക്തം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശ്വാസകോശത്തിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് അതാ വരുന്നത്. ഇവിടെ നോക്കിക്കേ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്തം വൃക്കകൾ മാലിന്യങ്ങളെ അരിച്ചു മാറ്റിയതിന് ശേഷമുള്ളതും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പോഷകങ്ങളുടെയും അളവ് കൂടിയതുമായിട്ടുള്ള രക്തമാണ് ഇവിടെ വരുന്നത്. അതിനുശേഷം ഇവ ശ്വാസകോശങ്ങളിലേക്ക് പോകുമ്പോൾ പോഷകങ്ങളുടെയും ഓക്സിജന്റെയും അളവ് കൂടിയ രക്തമാണ് ശ്വാസകോശത്തിൽ നിന്നുള്ള രക്തം. അതിനാണ് ശ്വാസകോശത്തിലേക്ക് രക്തം പോകുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എട്രിയങ്ങളുടെയും വെൻട്രിക്കിളുകളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കൽ അല്ലെങ്കിൽ ജോയിന്റ് ഡയസ്റ്റോൾ എന്താണത്? വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലേക്ക് രക്തം ഒഴുകിയതിന് ശേഷം 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഓക്കെ ആണോ? വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ തുടർന്ന് ഹൃദയത്തിൽ നിന്ന് രക്തക്കുഴലുകളിലേക്ക് രക്തം ഒഴുകിയതിന് ശേഷം 4 അറകളും ഒന്നിച്ച് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഹൃദയ അറകൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ മഹാസിരയിലെയും ശ്വാസകോശ സിരയിലെയും രക്തം ഒഴുകിയെത്തുന്ന ഹൃദയ അറകൾ ഏതാണ്? ഇപ്പം നമ്മൾ പറഞ്ഞ അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. ഇതാ മഹാസിരയിലെയും ശ്വാസകോശ സിരയിലെയും രക്തങ്ങൾ ഒഴുകിയെത്തുന്ന അറകൾ ഏതാണ്? വലത് എട്രിയവും ഇടത് എട്രിയവുമാണ്. അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ. ഇത് നോക്കിക്കേ, മഹാസിര വഴി അകത്ത് വരുന്നു രക്തം, അതുപോലെ ശ്വാസകോശ സിര വഴി അകത്ത് വരുന്നു. അതിനുശേഷം വലത് എട്രിയത്തിൽ നിന്നും ഇടത് വെട്രിയത്തിൽ നിന്നും സങ്കോചം വഴി വലത് വെൻട്രിക്കിളിലേക്കും ഇടത് വെൻട്രിക്കിളിലേക്കും എത്തുന്നു. അതിനുശേഷം ഇതാ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് ശുദ്ധീകരിച്ച രക്തം ശ്വാസകോശ സിര വഴി ഇടത് എട്രിയത്തിലും ഇടത് എട്രിയത്തിൽ നിന്ന് ഇടത് വെൻട്രിക്കിളിലേക്കും എത്തുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് മഹാധമനി വഴി എല്ലാ ശരീരഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യപ്പെടുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു, അതിനുശേഷം രക്തം വരുന്നു, തിരിച്ച് ശരീരഭാഗങ്ങളിലേക്ക് പോകുന്നു. ഇവ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. പൂർവ്വസ്ഥിതി പ്രാപിച്ചു. പൂർവ്വസ്ഥിതി പ്രാപിച്ച ശേഷം എന്താ സംഭവിച്ചത്? അഗെയിൻ റിപ്പീറ്റ്സ്. അതേ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഈ പ്രവർത്തനങ്ങൾ ചാക്രികമായി ആവർത്തിക്കുക വഴി രക്തം ശരീരത്തിലുടനീളം തുടർച്ചയായി പമ്പ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഹൃദയത്തിന്റെ പ്രവർത്തനം. ക്ലിയർ ആണല്ലോ. ബാക്കി നോക്കാം. ഹൃദയസ്പന്ദനം, ഹാർട്ട് ബീറ്റ്. ഓക്കെ, ഇത് നോക്കിക്കേ. കാർഡിയാക് സൈക്കിൾ എങ്ങനെയാണ്? ജോയിന്റ് ഡയസ്റ്റോൾ, എട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ. ഇതിൻ്റെ സൈക്കിളാണ് നമ്മുടെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. എട്രിയൽ സിസ്റ്റോൾ എന്താന്ന് നമ്മൾ പറഞ്ഞല്ലോ. എട്രിയകളുടെ സങ്കോചമാണ് എട്രിയാക് സിസ്റ്റോൾ. അതിനുശേഷം രക്തം വെൻട്രിക്കുലറിലേക്ക് ചെല്ലുന്നു, വെൻട്രിക്കുലാർ സിസ്റ്റോൾ സംഭവിക്കുന്നു. വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നു, വെൻട്രിക്കിളുകളുടെ സങ്കോചം. അതിനുശേഷം അവ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. അതാണ് ഡയസ്റ്റോൾ. എട്രിയങ്ങളുടെയും വെൻട്രിക്കിളുകളുടെയും പൂർവ്വസ്ഥിതി പ്രാപിക്കലാണ് ജോയിന്റ് ഡയസ്റ്റോൾ. ഇവ മൂന്നും തന്നെ കണ്ടിന്യൂസ് ആയി നടക്കുന്ന സൈക്കിളാണ് കാർഡിയാക് സൈക്കിൾ. ഓക്കെ ആണല്ലോ. നോക്കാം അടുത്തത്. എസ് എ നോഡ് പേസ്.
ചിത്രീകരണം 2.14 ശ്രദ്ധിച്ചുവല്ലോ, നമ്മൾ ആ സൈക്കിൾ കണ്ടതാണ്. ഏതെല്ലാം ഘട്ടങ്ങൾ ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ? ഏതെല്ലാമാണ്? എട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലാർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ എന്നിവ ചേർന്നതാണ് ഒരു കാർഡിയാക് സൈക്കിൾ. ഓക്കെ, ഇവ പൂർത്തിയാകുന്നതിന് 0.8 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഈ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നതിന് 0.8 സെക്കൻഡ് സമയം ആവശ്യമാണ്. ഒരു കാർഡിയാക് സൈക്കിളാണ് ഹൃദയസ്പന്ദനം. ഒരു കാർഡിയാക് സൈക്കിളാണ് ഹൃദയസ്പന്ദനം. ഓക്കെ, ഹൃദയസ്പന്ദനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഒരു കാർഡിയാക് സൈക്കിളാണ് ഹൃദയസ്പന്ദനം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ സാധാരണ ഹൃദയസ്പന്ദന നിരക്ക് എത്രയായിരിക്കും? ഓക്കെ, ഹൃദയസ്പന്ദനങ്ങളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയപേശികളുടെ താളാത്മകമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് ഹൃദയസ്പന്ദന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. ഹൃദയ അറകളുടെ സങ്കോചത്തിന് ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് എട്രിയത്തിന്റെ ഭിത്തിയിലെ SA നോഡ് എന്ന ഭാഗമാണ്. ഇത് പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നോക്കിക്കേ, ഇതാണ് ഹൃദയത്തിന്റെ, ഇത് കാണുന്നില്ലേ? ഓക്കെ, ഇതാണ് ഈ ഒരു ഹൃദയ സങ്കോചങ്ങളുടെ ആവശ്യം, ഈ ഹൃദയ അറകളുടെ സങ്കോചത്തിന്റെ ആവശ്യമായ വൈദ്യുത തരംഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് വലത് എട്രിയത്തിന്റെ ഭിത്തിയിലുള്ള SA നോഡ് എന്ന പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് കേട്ടോ. ഇതാണ് ആ കൊടുത്തിട്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാം. അടുത്തത് ഇലക്ട്രോ കാർഡിയോഗ്രാം ആണ്. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഇലക്ട്രിക് വേവ്സ് ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം. ഹൃദയം സ്പന്ദിക്കുമ്പോൾ ഹൃദയഭിത്തികളിൽ അനുഭവപ്പെടുന്ന വൈദ്യുത തരംഗങ്ങൾ ഗ്രാഫ് രൂപത്തിൽ ചിത്രീകരിക്കുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രാം ഫുൾ ഫോം ആയിട്ട് അറിഞ്ഞിരിക്കണം, കാര്യം എന്താണെന്നും അറിഞ്ഞിരിക്കണം കേട്ടോ. ECG പരിശോധിച്ചാൽ ഹൃദയത്തിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, ഇനി പൾസ് ആണ്. പൾസ്. ഡോക്ടർമാർ രോഗികളുടെ കൈത്തണ്ട ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പരിശോധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? ചിത്രത്തിലേതുപോലെ നിങ്ങളുടെ വലതു കൈയിലെ ചൂണ്ടുവിരലും നടുവിരലും ഇടതു കൈത്തണ്ടയിൽ അമർത്തി പിടിക്കുക. നിങ്ങളുടെ വിരലുകളിൽ ഒരു സ്പന്ദനം അനുഭവപ്പെടുന്നില്ലേ? ഇതാണ് പൾസ്. ഓക്കെ ആണല്ലോ, പൾസ് എന്താന്ന് ക്ലിയർ ആയല്ലോ. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് ചർച്ച ചെയ്ത് പൾസിന് പ്രായോഗിക നിർവചനം രൂപീകരിക്കൂ. ഇടതു വെൻട്രിക്കിളിന്റെ സങ്കോചം, ധമനി ഭിത്തിയുടെ ഇലാസ്തികത, ധമനി ഭിത്തിയുടെ വികാസവും പൂർവ്വസ്ഥിതി പ്രാപിക്കലും ഹൃദയസ്പന്ദന നിരക്കും പൾസ് നിരക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹൃദയസ്പന്ദന നിരക്കും ഹാർട്ട് ബീറ്റ് റേറ്റ് അതുപോലെ പൾസ് നിരക്കും പൾസ് റേറ്റ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ പ്രവർത്തനം ചെയ്തു നോക്കൂ. ആ പ്രവർത്തനം അവിടെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി നോക്കാം. രക്തസമ്മർദ്ദം. ബ്ലഡ് പ്രഷർ. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് രക്തസമ്മർദ്ദം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഹൃദയം സങ്കോചിക്കുമ്പോഴും വിശ്രമാവസ്ഥയിൽ എത്തുമ്പോഴും ഒരേ മർദ്ദമായിരിക്കുമോ ധമനികളിൽ അനുഭവപ്പെടുക? അല്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു പട്ടിക വിശകലനം ചെയ്ത് രക്തസമ്മർദ്ദത്തെക്കുറിച്ച് നിഗമനം രൂപീകരിച്ച് കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് നോക്കാം. ഹൃദയത്തിൻ്റെ പ്രവർത്തനം സിസ്റ്റോൾ ആയിരിക്കുമ്പോഴും ഡയസ്റ്റോൾ ആയിരിക്കുമ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. രക്തപ്രവാഹത്തിൻ്റെ ദിശ, ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം മില്ലിമീറ്റർ/മെർക്കുറി. ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയിലും കൊടുത്തിട്ടുണ്ട്. രക്തസമ്മർദ്ദത്തിൻ്റെ പേരും നമുക്ക് നോക്കാം. രക്തസമ്മർദ്ദം ഹയസ്റ്റ് ആയിരിക്കുന്നത് സിസ്റ്റോളിലായിരിക്കുമ്പോഴും രക്തസമ്മർദ്ദം ഏറ്റവും കുറവായിരിക്കുന്നത് ഡയസ്റ്റോളിലായിരിക്കുമ്പോഴും ആയിരിക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്റോൾ നോക്കാം. ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു.
ഹൃദയം സങ്കോചിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. ആ രക്തസമ്മർദ്ദത്തിന്റെ പേരാണ് സിസ്റ്റോളിക് പ്രഷർ എന്നത്. സിസ്റ്റോളിക് പ്രഷർ. ഇനി ഹൃദയം പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോൾ ഏകദേശം 70 മില്ലി ലിറ്റർ രക്തം ഹൃദയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അന്നേരത്തെ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദമാണ് 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി. അതാണ് ഡയസ്റ്റോളിക് പ്രഷർ. അപ്പോൾ ഹൃദയം സിസ്റ്റോളിക് കണ്ടീഷനിലാണെങ്കിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന മർദ്ദം സിസ്റ്റോളിക് പ്രഷർ എന്ന രീതിയിൽ 120 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആയിരിക്കും. ഇനി ഹൃദയത്തിന്റെ പ്രവർത്തനം ഡയസ്റ്റോളിലാണെങ്കിൽ രക്തസമ്മർദ്ദം 80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറി ആയിരിക്കും ധമനികളിൽ അന്നേരം അനുഭവപ്പെടുന്ന മർദ്ദം. അപ്പോൾ സിസ്റ്റോളിലാണെങ്കിൽ രക്തസമ്മർദ്ദം കൂടിയ നിലയിലും ഹൃദയപ്രവർത്തനം ഡയസ്റ്റോളിലാണെങ്കിൽ രക്തസമ്മർദ്ദം കുറഞ്ഞ നിലയിലുമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സിസ്റ്റോളിക് പ്രഷറും ഡയസ്റ്റോളിക് പ്രഷറും ക്ലിയർ ആണല്ലോ. നമുക്ക് ബാക്കി നോക്കാം. ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം. ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ്. HG എന്നാൽ മെർക്കുറിയാണ് കേട്ടോ. ഓക്കെ, ആരോഗ്യവാനായ ഒരാളുടെ സാധാരണ രക്തസമ്മർദ്ദം 120/80 മില്ലിമീറ്റേഴ്സ് ഓഫ് മെർക്കുറിയാണ് എന്ന് രേഖപ്പെടുത്തുന്നത്. മെർക്കുറി എന്നാണ് രേഖപ്പെടുത്തുന്നത്. ഓക്കെ, രക്തസമ്മർദ്ദം ഈ അളവിൽ നിന്നും കൂടുന്നത് ഹൈപ്പർ ടെൻഷൻ എന്നും കുറയുന്നത് ഹൈപ്പോ ടെൻഷൻ എന്നും അറിയപ്പെടുന്നു. രക്തസമ്മർദ്ദം ഈ അളവിൽ നിന്നും കൂടുന്നതിനെ ഹൈപ്പർ ടെൻഷൻ എന്നും കുറയുന്നതിനെ ഹൈപ്പോ ടെൻഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ ആണല്ലോ. ഈ രണ്ട് ടേംസും നോട്ട് ചെയ്യാം കേട്ടോ. ഇനി സ്പിഗ്മോ മാനോമീറ്റർ അതുപോലെ ഡിജിറ്റൽ BP അപ്പാരറ്റസും ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഉപകരണങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇവ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിദഗ്ധന്റെ സഹായത്തോടെ ഈ ഉപകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് രക്തസമ്മർദ്ദം പരിശോധിക്കുന്ന രീതി പരിശീലിച്ച ശേഷം സ്കൂൾ ഹെൽത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലാസ്സിലെ കുട്ടികളുടെ രക്തസമ്മർദ്ദം കണ്ടെത്തൂ. നമുക്ക് നോക്കാം, ബാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇവ രണ്ടും തന്നെ രക്തസമ്മർദ്ദം അളക്കുന്നതിനായിട്ടുള്ള ഉപകരണങ്ങളാണ്, നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കി നോക്കിയ പേര് സ്പിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ BP അപ്പാരറ്റസും. ഓക്കെ, ഈ ഉപകരണങ്ങൾ എന്തിനാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ള രക്തം വീണ്ടും അതേ ഭാഗത്തേക്ക് എത്തുന്നതിനിടെ എത്ര തവണ, നമ്മൾ നേരത്തെ ഇത് ഹൃദയത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് ഒരു വരിയായിട്ടത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദ്വിപര്യനം നമുക്ക് നോക്കാം. ഡബിൾ സർക്കുലേഷൻ ചിത്രീകരണം നോക്കൂ. ഇത് നോക്കിയേ, പൾമണറി പര്യനം അതുപോലെ സിസ്റ്റമിക് പര്യനമാണ് നമുക്ക് ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥ രണ്ട് ഭാഗമായിട്ടാണുള്ളത്. അപ്പോൾ ഒന്ന്, ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം എത്തുന്നു. അവിടെ നിന്ന് ഊർധ്വമഹാസിര അധോമഹാസിര വഴി ഹൃദയത്തിലേക്ക് രക്തം എത്തുകയും അവിടെ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നതിനായിട്ട് ശ്വാസകോശ ധമനി വഴി രക്തം ശ്വാസകോശത്തിലേക്കും അതിനെ തുടർന്ന് ശ്വാസകോശ സിര വഴി തിരിച്ച് ഹൃദയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ 2 തവണ രക്തം എത്തുന്നു. അത് നമ്മൾ നേരത്തെ ഇവിടെ നോക്കൂ, ഹൃദയത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രക്തം ആദ്യം ഊർധ്വമഹാസിര ഇതുവഴി ഇങ്ങനെ ഹൃദയത്തിലേക്ക് എത്തി ശുദ്ധീകരിക്കുന്നതിനായിട്ട് ശ്വാസകോശ ധമനി വഴി പുറത്തുപോയി ശ്വാസകോശത്തിലെത്തി ശുദ്ധീകരിച്ച ശേഷം ശ്വാസകോശ സിര വഴി തിരിച്ചു കയറുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം എത്തുന്നു. ഇതിനെയാണ് നമ്മൾ ദ്വിപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണോ? പൾമണറി പര്യനവും സിസ്റ്റമിക് പര്യനവും ക്ലിയർ ആണല്ലോ. ബാക്കി നോക്കാം. സിസ്റ്റമിക് പര്യനം ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ എട്രിയത്തിലും പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ എട്രിയത്തിലും അവസാനിക്കുന്നു. സിസ്റ്റമിക് പര്യനം എന്നാൽ ഇടത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് വലത്തെ എട്രിയത്തിലും പൾമണറി പര്യനം വലത്തെ വെൻട്രിക്കിളിൽ ആരംഭിച്ച് ഇടത്തെ എട്രിയത്തിലും അവസാനിക്കുന്നു. രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്നറിയപ്പെടുന്നു.
രക്തപര്യനത്തിൽ ഒരേ രക്തം 2 പ്രാവശ്യം ഹൃദയത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മനുഷ്യനിലെ രക്തപര്യനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ദ്വിപര്യനം അല്ലെങ്കിൽ ഡബിൾ സർക്കുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ ആണോ? നോക്കൂ, ചിത്രീകരണം 2.15 ഹൃദയ അറകൾ കൂടി ഉൾപ്പെടുത്തി സിസ്റ്റമിക് പര്യനം, പൾമണറി പര്യനം എന്നിവയുടെ ഫ്ലോ ചാർട്ടുകൾ തയ്യാറാക്കൂ. ചിത്രീകരണം 2.15. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഹൃദയത്തിൻ്റെ പ്രവർത്തന ഫലമായി രക്തം ശരീരത്തിലുടനീളം പമ്പ് ചെയ്യപ്പെടുന്നു. ഈ ചിത്രത്തിൽ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടാകുമല്ലോ. ഇവ ടിഷ്യൂ ദ്രവത്തിലൂടെ കോശത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ പോഷക ഘടകങ്ങളെ കോശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതാണ് സ്വാംശീകരണം. ഓക്കെ, ഹൃദയത്തിൻ്റെ പ്രവർത്തന ഫലമായി രക്തം ശരീരത്തിലുടനീളം പമ്പ് ചെയ്യപ്പെടുന്നു. ഈ രക്തത്തിൽ ഓക്സിജൻ, പോഷക ഘടകങ്ങൾ, മറ്റു ഘടകങ്ങൾ എന്നിവ ഉണ്ടാകുമല്ലോ. ഇവ ടിഷ്യൂ ദ്രവത്തിലൂടെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും പോഷക ഘടകങ്ങളെ കോശങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് സ്വാംശീകരണം എന്നറിയപ്പെടുന്നത്. എന്താണ് സ്വാംശീകരണം? ഓക്കെ, ഇനി ഹൃദയാരോഗ്യമാണ്. ഹൃദയത്തിനുണ്ടാകുന്ന തകരാർ മറ്റ് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെയും ദോഷകരമായി ബാധിക്കില്ലേ? ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ലിസ്റ്റ് ചെയ്ത് വിപുലീകരിക്കൂ. 1 നോക്കൂ, വ്യായാമക്കുറവ്. 2 അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ. ഇത്തരം ഘടകങ്ങൾ ഹൃദയാരോഗ്യത്തെ എപ്രകാരം ബാധിക്കും? ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട ലേഖനത്തിൻ്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. അത് വിശകലനം ചെയ്തും വിവരശേഖരണം നടത്തിയും ഹൃദയാരോഗ്യം എന്ന വിഷയത്തിൽ പതിപ്പ് തയ്യാറാക്കൂ. നമുക്ക് നോക്കാം. ഹൃദയം. ആരോഗ്യകരമായ ഭക്ഷണശീലം, മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ ഒഴിവാക്കൽ, മാനസിക പിരിമുറുക്കം ലഘൂകരിക്കൽ, BMI അനുസരിച്ച് ശരീരഭാരം ക്രമീകരിക്കൽ, വ്യായാമം. കാക്കാം ഹൃദയത്തെ കരുതലോടെ. ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളും വ്യായാമക്കുറവുമാണ് ഇതിൻ്റെ മുഖ്യ കാരണങ്ങൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് അതിറോസ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഫലമായി കൊറോണറി ധമനിയിൽ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ഹൃദയാഘാതത്തിന് കാരണമാകുകയും ചെയ്തേക്കാം. കൊഴുപ്പടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് ധമനി ഭിത്തിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. ഇത് അതിറോസ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് കൊറോണറി ധമനിയിൽ രക്തം കട്ടപിടിച്ച് കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്യുന്നു. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. മസ്തിഷ്കത്തിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സവും രക്തക്കുഴൽ പൊട്ടുന്നതും സ്ട്രോക്കിന് കാരണമാകുന്നു. ഓക്കെ, ലോക ഹൃദയ ദിനം എന്നാണ്? സെപ്റ്റംബർ 29 കേട്ടോ. അതോടെ ഓർത്തിരിക്കുക. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ഇനി ആഹാരത്തിൻ്റെ ദഹനം, പോഷക ഘടകങ്ങളുടെ സംവഹനം എന്നിവ മനസ്സിലായല്ലോ. എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്ന സസ്യങ്ങളിൽ എങ്ങനെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്? വൻ വൃക്ഷങ്ങളിലടക്കം വേരുകളിലൂടെ ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലെത്തുന്നതും ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം സസ്യങ്ങളുടെ മറ്റു ഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നതും എങ്ങനെയാണ്? ചർച്ച ചെയ്ത് ചുവടെ നൽകിയിട്ടുള്ള പട്ടിക 2.5 പൂർത്തിയാക്കൂ. സംവഹനം ചെയ്യപ്പെടുന്ന പദാർത്ഥങ്ങൾ, സംവഹന കല. അപ്പോൾ അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സൈലത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും ഘടന പദാർത്ഥ സംവഹനത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് കണ്ടെത്തി അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സസ്യങ്ങളിലെ സംവഹന കലകൾ നോക്കൂ. ഒന്ന് സൈലം, മറ്റൊന്ന് ഫ്ലോയം. ഓക്കെ, സൈലത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ട്രക്കീഡുകളും വെസൽസുമാണ് സൈലത്തിലെ നമ്മൾ പഠിക്കാനുള്ളത്. ട്രക്കീഡുകൾ നോക്കാം. ഒന്ന് ട്രക്കീഡാണ്. മൃതകോശങ്ങളാണ് ട്രക്കീഡുകൾ. ഇലകളുടെ ചെറു ഞരമ്പുകൾ രൂപപ്പെടുത്തുന്നവയാണ് ട്രക്കീഡുകൾ.
നീളമുള്ള സ്പിൻഡിൽ ആകൃതിയുള്ളവ എന്താണ്? അതും ട്രക്കീഡുകളാണ്. നീളമുള്ള സ്പിൻഡിൽ ആകൃതിയുള്ളവ. ഇനി വെസൽസ്, മൃതകോശങ്ങളാണ് വെസൽസും. അതുപോലെ കുറുകെയുള്ള ഭിത്തികൾ നശിച്ചു പോയതിനാൽ നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നു. നീണ്ട പൈപ്പുകൾ പോലെ കാണപ്പെടുന്നവയാണ് വെസൽസ് എന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ഫ്ലോയം നോക്കുകയാണെങ്കിൽ സീവ് നാളി, സീവ് ട്യൂബ് ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. കണ്ടോ, സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കുറുകെയുള്ള ഭിത്തിയിലെ സുഷിരങ്ങളുടെ സുഷിരങ്ങളിലൂടെ കോശദ്രവ്യം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഹാര തന്മാത്രകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നു. സീവ് നാളിയാണ്, സീവ് നാളി. ഇനി സഹകോശം അല്ലെങ്കിൽ സഹകോശം അല്ലെങ്കിൽ കമ്പാനിയൻ സെൽ സീവ് നാളിയോടൊപ്പം ചേർന്ന് ആഹാര സംവഹനത്തിന് സഹായിക്കുന്നവയാണ് സഹകോശം അല്ലെങ്കിൽ കമ്പാനിയൻ സെൽ എന്നത്. അപ്പോൾ സൈലവും ഫ്ലോയവും കണ്ടല്ലോ. നമുക്ക് നോക്കാം. സൈലം, ഫ്ലോയം എന്നിവയുടെ ഘടന മനസ്സിലായല്ലോ. ഇവയിലൂടെ പദാർത്ഥ സംവഹനം നടക്കുന്നത് എങ്ങനെയാണ്? ചിത്രീകരണം 2.17 സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ. നമുക്ക് നോക്കാം. ജലസംവഹനം. സൈലം കുഴലുകളിലൂടെയാണ് ജലസംവഹനം നടക്കുന്നതെന്ന് നമുക്കറിയാലോ. നോക്കാം. ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ഓസ്മോസിസ് എന്താണെന്നറിയാലോ. ഓസ്മോസിസ് എന്നാൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ജലത്തിന്റെ മൂവ്മെന്റ് ആണ് ഓസ്മോസിസ്. ഓസ്മോസിസ് മൂലം ജലം വേരിലെ കോശങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെ പ്രവേശിക്കുന്നു. സൈലം കുഴലിൽ എത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നു. ഓക്കെ, സൈലം കുഴലിൽ എത്തുന്ന ജലത്തിന്റെ ഉയർച്ചയ്ക്ക് റൂട്ട് പ്രഷർ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ വെള്ളം വേരിലെ കോശങ്ങളിലേക്ക് കടന്നു. അതിനുശേഷം സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ജലതന്മാത്രകളുടെ കൊഹിഷൻ, അഡിഷൻ ബലങ്ങൾ ഈ പ്രക്രിയയെ സഹായിക്കുന്നു. അപ്പോൾ എന്താണ് സസ്യസ്വേദനം? ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സസ്യസ്വേദനം എന്ന് പറയുന്നത്. ഓക്കെ, സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. ഇനി എന്താണ് കൊഹിഷൻ, അഡിഷൻ? ഒരേ തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കൊഹിഷൻ. അതുപോലെ വ്യത്യസ്ത തരം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡിഷൻ. ഈ ജലതന്മാത്രകളുടെ കൊഹിഷൻ, അഡിഷൻ ബലങ്ങൾ ഈ ഒരു പ്രക്രിയയെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ജലം ഇതിലെ ഇങ്ങനെ മേലേക്ക് കയറിപ്പോയിട്ട് ഇവിടെ എത്തുമ്പോൾ സസ്യസ്വേദനം വഴി പുറത്തേക്ക് പോകുന്നു. സസ്യസ്വേദനത്തിലൂടെ ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സസ്യസ്വേദനം വഴി ഇലകളിൽ നിന്ന് കണ്ടോ, ഇതിങ്ങനെ ജലം നഷ്ടപ്പെടുന്നത് സൈലം കുഴലുകളിലൂടെയുള്ള ജലത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നഷ്ടപ്പെടുമ്പോൾ ഇതിലെ ഇങ്ങനെ പിന്നെയും വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. ഇനി സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസിലൂടെ ഇലകളിലെ കോശങ്ങളിൽ എത്തുന്ന ജലം സസ്യസ്വേദനം വഴി ഇങ്ങനെ പുറത്ത് പോകുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ജലം മുകളിലോട്ട് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ പോകും. അതാണ് ജലസംവഹനം. ക്ലിയർ ആണോ? ഇനി അടുത്തത് ആഹാര സംവഹനം. ആഹാര സംവഹനത്തിന് ആരാണ് സഹായിക്കുന്നത്? അത് ഫ്ലോയമാണ് അല്ലേ, ഫ്ലോയം. അപ്പോൾ നമുക്കിതാ നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിന്റെ രൂപത്തിൽ സീവ് നാളിയിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നു. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ സൂക്രോസിന്റെ രൂപത്തിൽ സീവ് നാളികൾ നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ, സീവ് നാളികളിലേക്ക് ഊർജം ഉപയോഗിച്ച് കടത്തുന്നു. ഇങ്ങനെ കടത്തുന്നു. അതിനുശേഷം സീവ് നാളികളിലെ സൂക്രോസിന്റെ ഉയർന്ന ഗാഢത അടുത്തുള്ള സൈലം കുഴലുകളിൽ നിന്ന് ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിന്റെ സംവഹനം സാധ്യമാക്കുന്നു.
സീവ് നാളികളിലെ സൂക്രോസിൻ്റെ ഉയർന്ന ഗാഢത, ഉയർന്ന കോൺസെൻട്രേഷൻ അടുത്തുള്ള സൈലം കുഴലുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു, സൈലം കുഴലുകളിൽ നിന്ന് ഓസ്മോസിസ് വഴി അവിടെയുള്ള ജലം അവിടേക്ക് പ്രവേശിക്കുന്നതിന് കാരണമാകുന്നു. ആ സന്ദർഭത്തിൽ ഉണ്ടാവുന്ന പ്രഷറാണ് ടർഗർ പ്രഷർ എന്നത്. ഓക്കെ, അപ്പോൾ തന്മൂലമുണ്ടാകുന്ന ഉയർന്ന ടർഗർ പ്രഷർ സീവ് നാളികളിലൂടെയുള്ള സൂക്രോസിൻ്റെ സംവഹനം സാധ്യമാക്കുന്നു. ഓക്കെ, അതിനുശേഷം നോക്കൂ, കോശങ്ങളിലേക്കുള്ള സൂക്രോസിൻ്റെ പ്രവേശനം, അതിനുശേഷം കോശങ്ങളിലേക്ക് സൂക്രോസ് പ്രവേശിക്കുന്നു. ഇങ്ങനെയാണ് സസ്യങ്ങളിലെ സംവഹനം നടക്കുന്നത്. ഇത് മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. അതിരാവിലെ ചില സസ്യങ്ങളുടെ ഇലകളുടെ അതിരുകളിൽ തങ്ങി നിൽക്കുന്ന ജലകണികകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? എന്താണ് ഇതിന് കാരണം? ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്മോസിസ്. സ്റ്റൊമാറ്റയിലൂടെ ജലം പുറത്തേക്ക് പോകുന്നത് നമ്മളിതാ ഇവിടെ പറഞ്ഞു. എന്താണ് ഇവിടെ സസ്യസ്വേദനം, ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന സസ്യസ്വേദനമാണ് ഈ ഒരു പ്രവർത്തനത്തിന് കാരണം കേട്ടോ. അതിരാവിലെ ചില സസ്യങ്ങളുടെ ഇലകളുടെ അരികുകളിൽ തങ്ങി നിൽക്കുന്ന ജലകണികകൾ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. നമുക്ക് നോക്കാം. പ്രോട്ടീൻ, അന്നജം, കൊഴുപ്പ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിൽ സസ്യങ്ങൾ സംഭരിക്കുന്ന ആഹാരം പരപോഷികളായ ജീവികൾ ആഹരിക്കുക വഴി ജീവലോകത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമാകുന്നു. ഇങ്ങനെ ലഭിക്കുന്ന പോഷകങ്ങളെ ലഘുഘടകങ്ങളാക്കുന്ന പ്രക്രിയയും വിവിധ പോഷകങ്ങളിൽ നിന്നും രൂപപ്പെടുന്ന ലഘു തന്മാത്രകളും അവയുടെ ആഗിരണവും സംവഹനവും മനസ്സിലായല്ലോ. ഇതിന് സഹായിക്കുന്ന ദഹന വ്യവസ്ഥ, രക്തപര്യന വ്യവസ്ഥ എന്നിവയുടെ ആരോഗ്യ സംരക്ഷണത്തിനുതകുന്ന ജീവിത രീതി പിന്തുടരേണ്ടത് നമ്മുടെ കടമയാണ്. കോശത്തിലുണ്ടാകുന്ന വിവിധ ഘടകങ്ങളും ബാഹ്യ പരിസരത്തു നിന്ന് കോശത്തിലെത്തുന്ന ഘടകങ്ങളും നിരന്തരമായ രാസപ്രവർത്തനങ്ങൾക്ക് വിധേയമാകുന്നതിൻ്റെ ഫലമായാണ് ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഊർജോൽപാദനം അത്തരത്തിലൊരു പ്രവർത്തനമാണ്. അങ്ങനെയുള്ള ജീവൽ പ്രവർത്തനങ്ങളുടെ ഫലമായി ധാരാളം വിസർജ്യ വസ്തുക്കളും ഉണ്ടാകുന്നുണ്ട്. ഇവ യഥാസമയം നീക്കം ചെയ്യപ്പെടുന്നത് ജീവൽ പ്രവർത്തനങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്ക് അത്യാവശ്യമാണ്. അതെങ്ങനെ സാധ്യമാകുന്നു എന്നത് അടുത്ത അധ്യായത്തിൽ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ന്യൂ SCERTയിലെ 9th സ്റ്റാൻഡേർഡ് ബയോളജിയുടെ 2ാമത്തെ ചാപ്റ്റർ ദഹനവും പോഷക സംവഹനവും എന്ന ഈ ഒരു ചാപ്റ്റർ നമ്മളിവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും കൃത്യമായി ഇത് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന PSC ചോദിക്കുന്ന ഭാഗമുള്ള ഒരു ചാപ്റ്ററാണ്. കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും, ക്ലാസ് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.